നമ്മൾ ഊണ് കഴിക്കുന്ന പ്ലേറ്റിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഊണ് കഴിക്കുന്ന പ്ലേറ്റിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്താണല്ലേ? ഒന്ന് കാണിച്ചു ചേട്ടാ, ഒന്ന് നോക്കട്ടെ. ഇത് തൃശ്ശൂര് പാറയമക്കാവ് ക്ഷേത്രം. പാറമേക്കാവ് ക്ഷേത്രം അല്ലേ? ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. ഞാൻ ഇന്ന് തൃശ്ശൂര് മണലൂര് അജു എന്ന് പറയുന്ന ഒരു ചേട്ടനെ കാണാൻ വേണ്ടി വന്ന. അപ്പൊ ഇത് എന്റെ താഴെ ഇങ്ങനെ കുറെ വർക്കുകൾ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം. ഈ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് ആ ചേട്ടനാണ്. കണ്ടു കഴിഞ്ഞാണല്ലോ മോനെ, കിള്ളി പോകുന്ന വർക്കുകളാണ്. ഇത് കണ്ടോ, ഒരു പ്ലേറ്റില് വടക്കുനാഥ ക്ഷേത്രം നിർമ്മിച്ചു വെച്ചേക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അജുവേട്ടനെ കുറിച്ചാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് അജുവേട്ടൻ അല്ലേ? അജുവേട്ടാ നമസ്കാരം. അജുവേട്ടാ, ഞാനേ അജുവേട്ടനെ എന്നെ വിളിച്ചപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും തോന്നും ഇതിന് മാത്രം എന്താ ചെയ്തേക്കണെന്ന്. അതിന് മാത്രം ചെയ്തേക്കണ ഐറ്റംസ് ആണ് ഈ കാണുന്നത് കേട്ടാ. എല്ലാം എന്ത് മെറ്റീരിയലാണ് ചെയ്തേക്കണേ അജുവേട്ടാ? ഇത് ഫോറക്സിൽ ചെയ്തതാണ്. ഫോറക്സിലാണ് ചെയ്തേക്കണത് അല്ലെ? ഏത് പ്രതലത്തിലാണ് ചെയ്തത്? ഇത് നമ്മൾ ഊണ് കഴിക്കുന്ന പ്ലേറ്റിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഊണ് കഴിക്കുന്ന പ്ലേറ്റിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്താണല്ലേ? തൃശ്ശൂര് പാറയമക്കാവ് ക്ഷേത്രം. പാറമേക്കാവ് ക്ഷേത്രം അല്ലേ? ഇതിന് തൊട്ടപ്പുറത്താ കാണുന്ന ബിൽഡിംഗ് ഒക്കെ അതുപോലെ ചെയ്തിട്ടുണ്ടല്ലേ? ബാങ്കും SBI ഉണ്ട് അവിടെ. SBI ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വേറെ ഉണ്ട്. അപ്പൊ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് മെറ്റീരിയൽ ചെയ്താണ് ചേട്ടാ? ഇത് ഫോറക്സിൽ ചെയ്തുള്ള വർക്കാ. ഫോറക്സിൽ തന്നെയാണ് ചെയ്തത്. വേറെന്തായിരുന്നു? ശബരിമലയാണോ? ഇത് ശബരിമല. ഓക്കെ, ശബരിമല ചെയ്തിട്ടുണ്ട്. ഇത് തൃശ്ശൂരിന്റെ അഭിമാനമായ വടക്കുനാഥ ക്ഷേത്രം അല്ലേ? അമ്പോ, ഇതും ചേട്ടൻ ആ മരങ്ങളൊക്കെ ഡിറ്റോ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നടക്കി ഇതുപോലെ ഒരു മരം, ഉണങ്ങിയിട്ടുള്ള മരം ഉണ്ട്. അത് ചെയ്തിട്ടുണ്ടല്ലേ? ഓ യെസ്. സങ്കല്പത്തിലൊരു അമ്പലമാണ്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അമ്പലമാണ്. കുരുത്തോലൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? അതെ. നമ്മളത് പെയിന്റ് ചെയ്യണ ബ്രഷുമ്മ ചെയ്തുള്ളതാണ്. പെയിന്റ് ചെയ്യുന്ന ബ്രഷ്, ആ ബ്രഷ് കൊണ്ടാണ് കുരുത്തോല ചെയ്തത്. ബ്രഷിന്റെ ഹെയർ കട്ട് ചെയ്ത് ഉണ്ടാക്കിയത്. ഞാൻ ആ ഒരു സ്കില്ലിലേക്ക് അത് കിട്ടാൻ വേണ്ടി ചെയ്തത്. ഇങ്ങനെ ഒരു ക്ഷേത്രം വേറെ ഇല്ല നമ്മളെ വടക്കുന്നാഥനെ പോലെ, തിരുവമ്പാടിയെ പോലെ ഇല്ല. ഇത് നമ്മുടെ ഒരു ചേട്ടന്റെ ഒരു ഐഡിയ ഒരു ക്ഷേത്രമാണല്ലേ? ഒരു തടാകം, തടാകത്തിൽ നിന്നുള്ളൊരു ഇവിടെ ഒരു റോഡും ചെറിയൊരു വീട്, അങ്ങനെ മരങ്ങളും പാലവും വഞ്ചി, അങ്ങനെയൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ഭാവനയിൽ തോന്നുന്ന ഒരു കാര്യം. ഒരു ഭാവനയിൽ ഒരു ഗ്രാമാന്തരീക്ഷം പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഉണ്ടാവുന്ന വേറെ ഒരു ഐറ്റം ഉണ്ടല്ലോ ചേട്ടാ, ഇതെന്തായിരുന്നു? ഇതൊരു കടപ്പുറം വർക്ക് ചെയ്തതാണ്. കടപ്പുറം സ്റ്റോറി പറഞ്ഞില്ലേ ചേട്ടാ ആദ്യം? ഈ ഒരു മറ്റേ ലൈറ്റ് ഹൗസ് മാത്രമായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പിന്നെ കുറെ ഏരിയ ഫ്രീ ആയി കിടന്നപ്പോ പിന്നെ അവിടെ അവിടെ കടലാക്കി. കടലും ലൈറ്റ് ഹൗസും ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പള്ളിയല്ലേ പിന്നെ അത്? പിന്നെ അതൊരു ക്രിസ്ത്യൻ പള്ളി, ഒരു ഹൈവേ, പിന്നെ ചെറിയൊരു വീട്, ചീനവല വർക്ക് ചെയ്യുന്നല്ലേ? ചീനവല വർക്കിംഗ് ആണ്. ഇതൊരു പാലക്കാടൻ ഗ്രാമം വർക്ക് ചെയ്തതാ ഇതല്ലേ? ഇത് ഈ പാലക്കാട് ഭാഗത്താണ് ഈ പന ഒക്കെ ഉണ്ടാവുക. പന, അതുപോലെ തന്നെ മരങ്ങള്, ചെറിയൊരു ട്രാക്ടർ, പിന്നെ ട്രാക്ടറിന്റെ ഉള്ളുണ്ട് ഒരു ചെറിയൊരു ട്രാക്ടർ ഉണ്ട്. അപ്പൊ പിന്നെ ഈ തടാകത്തിൽ നിന്നാണ് നമ്മള് പാടത്തേക്ക് എപ്പോഴും വെള്ളം കയറുക. അപ്പൊ അതിനൊരു ചെറിയൊരു കനാലും പൈപ്പ് ഒക്കെ ഉണ്ടല്ലേ? പിന്നെ പാടായ കാരണം കാളവണ്ടി, ഒരു ചായക്കട, അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു ചെറിയൊരു വീട്. അങ്ങനെ ഒരു പാലക്കാടൻ ഗ്രാമം തന്നെ ചേട്ടൻ ഒരു പ്ലേറ്റിലാക്കി കാണല്ലേ? ഗംഭീരയുടെ കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോ ശരിക്കും പറഞ്ഞ ആ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീല് ശരിക്കും നമുക്ക് കാണാൻ കഴിയും. ഇത് പാലക്കാടൻ ഗ്രാമങ്ങളിൽ കാണുന്ന ഒരു ചെറിയൊരു വീട്. ഒക്കെ പാലക്കാടാണ്. ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പാലക്കാട്, നെന്മാറ, കൊല്ലങ്കോട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇഷ്ടപ്പെട്ട സ്ഥലം. അപ്പൊ ആ വഴി കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോ കാണുന്ന ചെറിയൊരു വീട്, അത് ഒരു വീടാണ്. ഇതുപോലൊരു വീട് ആ പാലക്കാട് യാത്രയിൽ കാണാൻ പറ്റും നമുക്ക്. ഇത് ഈ ഒരു വീട് ചെയ്യുമ്പോ പല വീടുകളുടെയും ചെറിയ ചെറിയ മാതൃകകളിൽ ചേർത്തിട്ടുണ്ട് വീടിന്റെ. ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവുന്ന വീടുകൾ ഉണ്ടാവില്ലേ, നമ്മുടെ തറവാടുകളൊക്കെ, ആ ഒരു ഇതില് ചെയ്തുള്ളതാണിത്. ആ ഒരു ശൈലിയിലാണ് ചെയ്തത്. ഇതിന്റെ എറയത്ത് ഒരു ചെറിയ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ചേട്ടാ? എന്തൊക്കെ ചേട്ടാ ഇതിൽ ഉൾപ്പെടുത്തിയാണേ? ഇതിൽ മെയിൻ ആയിട്ട് ഇതിന്റെ എറയത്ത് ഒരു ചാരിയാസരി ഉണ്ട്. ചാരിയാസരിയാണ് മെയിൻ കണ്ടന്റ്. പിന്നെ ഒരു വിളക്ക്, പിന്നെ അതിന്റെ ഈ സൈഡിലാണെങ്കിൽ ഒരു അലക്കല്ല്, അലക്കല്ലിന്റെ മുകളിൽ സോപ്പ് ഇരിക്കണ്ട. അതാണ് ഭയങ്കര. ഇതൊക്കെ നമ്മളെ ചെറുപ്പത്തില് നമ്മുടെ ഓർമ്മയില് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ചിലപ്പോ ന്യൂ ജനറേഷൻ ഇതൊന്നും കണ്ടുണ്ടാവില്ല. അതെ. പഴയ ജനറേഷനിൽ വളർന്നുള്ള നമുക്കൊക്കെ ഇതൊക്കെ നമ്മുടെ തറവാട്ടുകളിൽ സർവ്വസാധാരണമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
ചേട്ടാ വീടിന്റെ ഒരു ജനലരുള്ളിൽ കൂടെ 3-4 കോലുകൾ ആ നിൽക്കണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടില് പണ്ട് കയ്യിലൊക്കെ ഉപയോഗിക്കുമ്പോ ആഹാ. അങ്ങനെ ചൂട്ടയിലൂടെ പുറത്തേക്ക് ഇടാ ചെയ്യാ സാധാരണ. ശരി ചൂട്ടൈ എന്ന് പറയാനെ അതായത് പുറത്തേക്ക് പോകാൻ വേണ്ടി കൈയുടെ കാല് നമ്മൾ ജനലരുള്ളിൽ കൂടെ ലോക്ക് ചെയ്തിടും. ലോക്ക് ചെയ്തിടും. ഇന്നത്തെ പോലെ ഹാങ്ങിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹാങ്ങിങ് ഇല്ല. ശരി ശരി. അപ്പൊ അങ്ങനെ ഇട്ടേക്കണാണ് അങ്ങനെയിട്ടുള്ള അതിന്റെ ഒരു ഇത് കാണിച്ചതാണ്. ചേട്ടാ ഒബ്സർവേഷൻ ഗംഭീരാട്ടാ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ വീടുകളിൽ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു. അതെ, ഗംഭീരായിട്ടത്. അജേട്ടാ അപ്പൊ അമ്പലങ്ങളും ഈ പ്ലേറ്റിലുള്ള പരിപാടികളും മാത്രല്ല, നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യാറുണ്ട് അല്ലെ? ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നതാണ് വണ്ടികളെ നമുക്ക് കൂടുതൽ ക്രേസ്. അതെയോ? ഈ വണ്ടികളാണ് ആദ്യം ചെയ്യാറ്. തുടക്കം എന്റെ ഈ വണ്ടിയിലാണ്. ഇതാണ്. പക്ഷെ ഒരു കഥയുണ്ടല്ലോ ചേട്ടാ, എന്ത് മെറ്റീരിയൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഷർട്ടൊക്കെ മേടിക്കുമ്പോ ഷർട്ടിന്റെ ഉള്ളൊരു തിക്കായിട്ടുള്ളൊരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ കൊണ്ട് അത് ചെയ്തുള്ളത് കംപ്ലീറ്റ് ഡാമേജ് ആയി ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ഷർട്ടിന്റെ മറ്റേ പാക്കിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ചട്ട അതന്നെ ചട്ട വെച്ചിട്ടാണോ ചേട്ടാ? ചട്ടയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നൊന്നും നമുക്ക് അത്ര അങ്ങോട്ടൊരു ഇത് ഉണ്ടായിരുന്നില്ല. അത് കാരണം നമ്മളാൽ പറ്റുന്ന രീതിയിൽ ചെയ്തൊരു വർക്കാണിത്. ചെറിയൊരു ബസ് പിന്നെയാണ് നമ്മൾ കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ചും കൂടിയും ഡീപ്പായി ചെയ്ത വർക്കാണിത്. അത് വരവേൽപ്പിലെ പോലെ. പക്ഷെ അത് വരവേൽപ്പിന്റെ ബസ്സാണ് ചെയ്തുള്ളത്. പക്ഷെ അതിന്റെ പേര് ഞാൻ മാറ്റിയിട്ട് മക്കളുടെ പേരിട്ടു. ചൈത്രാന്നാണ് മോളുടെ പേര്. ഫുൾ ചേസിലാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. എല്ലാ മെറ്റീരിയൽസും കാണിച്ചിട്ടുണ്ട്. ഫുൾ ചേസിലാണ് വർക്ക് ചെയ്തത്. വണ്ടി ചേസിലാണ്. അതിന്റെ എക്സോസ്റ്റ് പൈപ്പ് അതെല്ലാം കാണിച്ചിട്ടുണ്ട് അല്ലെ? എഞ്ചിന്റെ സൈഡിലേക്കുള്ളത്. അപ്പൊ ലൈറ്റ്സ് ഒക്കെ കത്തും. അതെ, ലൈറ്റുകളൊക്കെ കത്തും. അപ്പൊ അതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. ഇത് ഭയങ്കര രസമായിട്ട് ചേട്ടാ ഇവർക്ക്. അതുപോലെ തന്നെ ഇതൊക്കെ എത്ര സമയം ചെയ്തിട്ടുള്ളതാണ്? കുറച്ച് അധികം സമയം എടുത്തു. ഈ വണ്ടി ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുള്ള വണ്ടിയാണ്. ചേസുമ്മ ചെയ്ത് പിന്നെ ക്ലാമ്പ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത് ഞാനത് കുറച്ച് ഒരു വർഷത്തിന്റെ അടുത്ത് സമയം എടുത്തിട്ടുണ്ട്. ഈ വണ്ടി ചെയ്തൊരു വർക്കാണ് അംബാസഡർ കാർ. ഇത് എവിടെയോ നല്ല കണ്ടുപരിചയമുള്ള ഒരു കാറാണ്. നമ്മുടെ ലൂസിഫറില് മോഹൻലാലിന്റെ ഒരു വണ്ടിയുടെ മോഡലാണിത്. ആ ഒരു മോഡൽ ലൂസിഫറിലത്തെ കാറിന്റെ അതേ നമ്പർ തന്നെയാണ് ഇതിന് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ഒരു ഓട്ടോറിക്ഷ അങ്ങനെ തന്നെ ചേട്ടൻ ഉണ്ടാക്കി വെച്ചേക്കാലേ. ഇതിലിപ്പോ ഹാൻഡില് തിരിക്കുമ്പോ ഫ്രണ്ടിലത്തെ ഇതൊക്കെ എല്ലാം വർക്കിംഗ് ആണല്ലേ? പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് വാട്ടർ ഹോൾഡർ ഒക്കെ ഉണ്ടല്ലേ ചേട്ടാ? വാട്ടർ ഹോൾഡർ, മ്യൂസിക് സിസ്റ്റം ഇരിക്കുന്നുണ്ട്. കപ്പ്, പിന്നെ എഞ്ചിൻ റൂം അല്ലേ? എഞ്ചിൻ റൂമിന്റെ ഉള്ളിലുള്ള എഞ്ചിൻ ഐറ്റംസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, എഞ്ചിൻ റൂം. ഇത് ശരിക്കും ഇത് സാധാ റെക്സിൻ തന്നെയാണ്. ഓട്ടോറിക്ഷയ്ക്ക് അടിക്കണ അതേ റെക്സിൻ തന്നെ. അതന്നെ ചേട്ടൻ കട്ട് ചെയ്തതാണല്ലേ? അതെ, റെക്സിൻ തന്നെയാണ്. പിന്നെ ഇതില് പാട്ട് പാടും. ഇതില് മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഓൺ ആക്കി കഴിഞ്ഞാൽ പാട്ട് പാടും. എഞ്ചിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അല്ലേ? അതും വേണമെങ്കിൽ വെക്കാലോ ചേട്ടാ. പക്ഷെ ഇത് ഇത് ഫോറക്സിൽ ചെയ്തുള്ള കാരണേ പെട്ടെന്ന് പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടും. ഫോറക്സ് അല്ലേ? അത് കാരണം കൊണ്ട് റണ്ണിങ് കണ്ടീഷൻ ഒന്നുമില്ല. മെഷീൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും പോയി തട്ടി കഴിഞ്ഞാൽ അപ്പൊ ഡാമേജ് ആവും. അപ്പൊ ഇത്രയും പ്രതിഭയുള്ള നമ്മുടെ അജുവേട്ടൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നല്ല, ആർക്കും ഇദ്ദേഹം ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് വളരെ എക്സ്ക്ലൂസീവ് ആണ്. ആദ്യമായിട്ടാണ് ആളെ കുറിച്ച് ഒരു വീഡിയോ ഒരു ചാനലിൽ ചെയ്യുന്നത്. ഞാനിവിടെ വന്ന് വീഡിയോ ചെയ്തുകൊണ്ട് എനിക്ക് സദ്യ വിളമ്പി വെച്ചാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് കണ്ട, ഇതും ആളുടെ ഒരു വർക്കാണ്. ഒരു നല്ല ഉഗ്രൻ സദ്യ ആളിങ്ങനെ മേക്ക് ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് പേഴ്സണലി ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീടാണ്. ഗംഭീര വർക്കായിരുന്നു, പറയാതെ വയ്യ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. എന്തായാലും ചേട്ടന്റെ നെക്സ്റ്റ് വർക്ക് എന്താന്ന് പറഞ്ഞേ? പ്ലേറ്റിൽ തന്നെ ഒരു പുത്തമ്പള്ളി ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. തൃശ്ശൂർ പുത്തമ്പള്ളി, നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളി ഒരു പുത്തമ്പള്ളി. കാരണം നമ്മളെ അമ്പലങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഒരു പുത്തമ്പള്ളി കൂടി ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് ആണ് സത്യത്തില്. പുത്തമ്പള്ളി വടക്കനാഥെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ആണ്. അപ്പൊ അതൊക്കെ പുത്തമ്പള്ളി ചെയ്യണമെന്ന് ഒരു ആഗ്രഹമാണ്. അധികം വൈകാതെ പുത്തമ്പള്ളിയെയും പ്ലേറ്റിലാക്കും. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പ്ലേറ്റിലാക്കും. തീർച്ചയായിട്ടും നടക്കട്ടെ. അപ്പൊ മറ്റൊരു വീഡിയോയും വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും